ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ സുഖമായിട്ട് യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ. എന്നാ പറഞ്ഞത്, ഇപ്പം പോകുന്നത് ചങ്ങനാശ്ശേരിക്കാണ്. അതുകൊണ്ട് ഞാൻ കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ടു. എന്നാന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ ഒരു ചെറിയ ബാഗിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മു വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബാഗാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും. അപ്പം നല്ല ബാഗ് അൺലോഡ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇത് സാറ് അമ്മൂന് അയച്ചു കൊടുത്തത് ബാഗ് കേട്ടോ. വേറെ രീതിയിലൊക്കെ ഇടാൻ പോളെ, പുറകിലോട്ടൊക്കെ ഇങ്ങനെ ഇടാമെന്നൊക്കെ ഇത് സാധനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വേണേലും ഇടാവുന്ന ബാഗാണ്. നല്ല ബാഗ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞു നല്ല ബാഗാണല്ലോ ഈ വലിപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് വേണമെന്ന് അമ്മ എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ എങ്ങനെയാണ് ഞാൻ മേടിച്ചെടുക്കുന്നതെന്ന് ഓർത്ത് ഞാനിത് മേടിച്ചിട്ട് എനിക്ക് ഈടെ ഒരു മോള് നല്ലൊരു മഞ്ഞ ബാഗ് മേടിച്ച് തന്നിട്ടില്ലായിരുന്നു. അത് അവൾക്ക് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തു കേട്ടോ. എന്താണെന്നറിയാം, ആ മഞ്ഞ ബാഗ് നല്ല ബാഗാണ്, സൂപ്പർ ബാഗാണേ. കഴിഞ്ഞ ദിവസം സനീഷിൻ്റെ സഞ്ജന വന്നില്ലേ, സഞ്ജന വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞുമ്മ ഇത് നല്ല ബാഗാണ്, സൂപ്പർ ബാഗാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ അതിനകത്തൊന്നും സാധനം പുറത്തു പോകും. നമ്മൾ അഥവാ വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്വഭാവമല്ലേ, ഉറങ്ങുമൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. അപ്പം ഞാൻ ഒരെണ്ണം അവളോട് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പം നീ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആ മഞ്ഞമ്പായി അവൾക്ക് കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാനിത് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പം പോയിട്ടൊക്കെ വരാം. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ കൂടെ വേണം. ചേട്ടായോട് വിളിച്ചു പറഞ്ഞു. ചേട്ടായി പറഞ്ഞു നേരത്തെ പോകും, നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 3:30, 4 മണിക്ക് 3:30 പൊക്കണം, 3:30 പൊക്കണമെന്ന് പറഞ്ഞു. എന്നു വെച്ചാൽ സന്ധ്യ ആവണ്ടെന്ന് ഓർത്തുണ്ടാവും. ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ പെട്ട് പോകണ്ടാകും. അതൊന്നും കുഴപ്പമില്ല, അവർ വണ്ടിയായിട്ട് സ്റ്റാൻഡിൽ തന്നെ വന്ന് നിൽക്കും. രണ്ടുപേരോട് വന്ന് നിൽക്കും കേട്ടോ, ചേച്ചിയും ചേട്ടനോടെ. പേടിക്കൊന്നും വേണ്ട, മോനിക്ക് പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോയിട്ടൊക്കെ വരാം കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചേക്കാം, ഉൾപ്പെടുത്തിയേക്കാം. ഓക്കെ. അപ്പം നമ്മുടെ മാതാവമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ ഇച്ചിരി ഉപ്പോ തേന എന്തെങ്കിലും കഴിക്കണം. ഞാൻ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ നേരത്തെ ഇപ്പം ഭഗവാന്റെ അടുത്തും പ്രാർത്ഥിക്കും, അമ്മ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിക്കും. അമ്മ മാതാവിൻ്റെ ലേശം ഉപ്പോ അല്ലെങ്കിൽ ലേശം തേനോ ഞാൻ കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ബൈബിള് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നിടത്ത് ഞാൻ ബൈബിളും വെച്ചിട്ടുണ്ട്. വേണ്ട, ബൈബിളും രാമായണവും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ബൈബിൾ എടുത്ത് അതിനകത്തെ ഒരു ഇത് ചൊല്ലും. ഇവിടെ പോണേലും ഇപ്പം ചൊല്ലിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. കർത്താവിൻ്റെ സംരക്ഷണം എന്നാണ് അതിൻ്റെ ഹെഡിങ്. അത്യുന്നതിൻ്റെ എനിക്കത് കാണാതറിയാം കേട്ടോ, അതുകൊണ്ട് പിന്നെ ബൈബിളിൽ നോക്കി വയ്ക്കുന്നൊന്നുമില്ല. അത്യുന്നതിൻ്റെ സംരക്ഷണങ്ങളിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തലയിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേണ്ട കെണിയിൽ നിന്നും മാരകമായ മഹാമാരി നിഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറൻകീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ വർത്തുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. നിന്റെ വഴിയിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടുനിന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസ് നൽകി സംതൃപ്തനാക്കുകയും ചെയ്യും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എനിക്ക് നമ്മുടെ ഗുരുദാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് അല്ലേ. അപ്പം പോകുന്ന വഴിക്കൊക്കെ ഗുരുവായൂരപ്പ കാത്തേക്കണേ, അല്ലെ ദേവിയമ്മയെ കാത്തേക്കണേ എന്ന് പറയും. ഈ മാതാവമ്മയോടും പ്രാർത്ഥിക്കും. അമ്പലത്തിൽ പോയി നിന്നാലും ചിലപ്പോൾ എൻ്റെ മാതാവമ്മയെ കാത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കും. പള്ളിയിൽ പോയി നിന്നാൽ ചിലപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ കാത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ എനിക്കൊരു ബലവും ശക്തിയൊക്കെയാണ് കേട്ടോ ഈ ഒരു പുസ്തകം. അത്രയും ഒരു ഭയങ്കര ശക്തിയാണ്. എൻ്റെ ഒരു വിഷമ സമയത്തൊക്കെ നമ്മളങ്ങനെ ഒത്തിരി ഇങ്ങനെ രാമായണം മഹാഭാരതം ഒന്നും അങ്ങനെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അത്രയ്ക്കൊരിത് വരത്തില്ല എനിക്ക്. അത്രയ്ക്കൊരിതേ എനിക്ക് അങ്ങനെ അറിയത്തില്ല, അതാ വാസ്തവം കേട്ടോ. പക്ഷെ അതിനകത്ത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നിങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ വീട്ടിൽ ജോലി ചെയ്തൊക്കെ ജീവിച്ചുകൊണ്ടായിരിക്കാം
പിന്നെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളോട് ഒത്തിരി കൂട്ടുകൂടി അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മധൈര്യം തരുന്ന ഒരു സംഭവമാണ് ഈ ബൈബിള്. എനിക്ക് സങ്കടമൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനിത് തുറന്നിട്ട് പിന്നെ എൻ്റെ ദൈവം എനിക്കൊരു ആശ്വാസം തരുന്ന വാക്ക് തരണേന്ന് പറഞ്ഞുകൊണ്ട് എടുത്തൊക്കെ നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ മിക്കവാറും ഉള്ള സമയങ്ങളിൽ സമാധാനം തരുന്ന വാക്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം എവിടെ പോണേലും ഞാൻ ഒരു 2 വർഷത്തോളമൊക്കെ ആയിട്ട് 2.5 വർഷത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ ഈ ബൈബിളെടുത്ത് ഈ 91 സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് പോകാറ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരാൾക്കും എത്താൻ നമ്മളെ ഭഗവാൻ ഇവിടെ കാത്തു കണ്ടോ. ബൈബിൾ എടുത്ത് പിടിച്ചിട്ട് ഭഗവാന്റെ കാര്യം പറഞ്ഞോ, അതാണ് ഭഗവാൻ ഇവിടെ കാത്തു കൊണ്ടെത്തിക്കുന്നില്ലേ. അപ്പോൾ എല്ലാ ദൈവവും എല്ലാ ശക്തിയും ഒന്നാണ്, ഒരു പ്രപഞ്ച ശക്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫോട്ടോക്കെ വരാവേ. കൊണ്ട് ബൈബിൾ ഓർക്കട്ടെ. ഭഗവാനെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ഭഗവാനെയാണ് കൃഷ്ണഗുരുവരപ്പേ കത്തിയേക്കട്ടെ. എൻ്റെ അമ്മ മാതാവേ കാട്ടകണേ, ജീവിതത്തിൽ വന്നു തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണേ. എൻ്റെ മാതാവമ്മയെ ജീവിതത്തിൽ വന്നു തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണേ. എൻ്റെ അമ്മ മാതാവേ ജീവിതത്തിൽ വന്നു തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണേ. നമ്മൾ തെറ്റും കുറ്റവും ഇല്ലാത്തവരൊന്നും ആരുമില്ല അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല, നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റും. പക്ഷെ അത് ക്ഷമിക്കണേ അമ്മ മാതാവേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ കേട്ടോ. അപ്പം ഇച്ചിരി മാതാവിൻ്റെ ഉപ്പും കൂടെ കഴിക്കാം. നമ്മൾ തേൻ കഴിഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് തേൻ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉപ്പ കഴിച്ചത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ആവതണ്ടത്തൊന്നും ഇല്ലാണ്ട് പോയിട്ട് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തേരാ കേട്ടോ. അപ്പം മിസ് ചെയ്യാണ്ട് എല്ലാവരും എങ്ങോട്ടാണ് പോയത്, എന്താണ് വീഡിയോ എന്നൊക്കെ ഓടിപ്പോയി നോക്കിക്കും. അപ്പം നേണ്ടേ ഞാൻ ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കായിരിക്കും. മെയിൻ റോഡ് സൈഡാണ് കേട്ടോ ഇവരുടെ വീട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വന്നിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ടു കേട്ടോ. ഇതേ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ, ഈ ഡ്രസ്സ് ഇട്ടേ. ഒത്തിരി നാൾ മുമ്പത്തേതായതുകൊണ്ട് ഞാൻ ഇത് നേരിടാൻ വേണ്ടി കൊണ്ടുവന്നു. ഇത് ഞാൻ ഇട്ടപ്പോഴുണ്ടല്ലോ ഇത്രയും പറഞ്ഞു, ചേട്ടനും പറഞ്ഞു അത് നല്ലതാണ്, അത് നാളെ നമുക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് വന്നല്ലോ. അത് അപ്പോൾ പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ആ ഡ്രസ്സ് തന്നെ വീണ്ടും എടുത്തിട്ടു. ഒന്നും പറ്റിയില്ലല്ലോ, ബസ്സൊക്കെ കയറി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ എ സിക്കകത്തിരിക്കുന്നതുകൊണ്ട് വലിയതൊന്നുമില്ല കേട്ടോ, ചൂടൊന്നുമില്ല. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, ഐശ്വര്യമായിട്ടിരിക്കുന്നു. ചപ്പാത്തി സ്റ്റൂ ആയിരുന്നു, കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നാളെ വെളുപ്പിനെ ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് കുറച്ച് സമയം വർത്താനമൊക്കെ പറയുന്നു. ടെറസിൽ പോയി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം ഇരുന്നു. എന്നിട്ട് ചൂടാണ്, എന്നാലും പുറത്തിരിക്കുമ്പോൾ അത്യാവശ്യം വണ്ടികളും കണ്ടോ, വണ്ടിയുടെ സൗണ്ട്, വണ്ടിയൊക്കെ പോകുന്നതും ഒക്കെ കണ്ട് ലൈറ്റുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പണ്ടേ ഒരു വ്യൂ എടുക്കണമെന്നൊക്കെ ഓർത്ത് അതിനിടയിലുണ്ടല്ലോ സ്റ്റെപ്പ് കയറി അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സ്റ്റെപ്പ് കയറി ഒരു 3-4 പിള്ളേർ സെറ്റ് കയറി പോവുകയൊക്കെ ചെയ്യുന്നത്. എന്തോ ചെറുപ്പക്കാർ ഒരു 10-20 വയസ്സൊക്കെ ഉള്ള പിള്ളേർ 5-6 കയറിപ്പോകുന്നു. അതിൻ്റെ ആ മൈൻഡിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി, പിന്നെ ഇരുട്ടായിപ്പോയി. അപ്പം എടുക്കാൻ പറ്റിയില്ല, സോറി കേട്ടോ. അപ്പം നമ്മളിവിടെ വന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ എനിക്ക് കട്ടിലും ബെഡുമൊക്കെ സെറ്റാക്കി തന്നിരുന്നുണ്ടോ, എ സി ഒക്കെ ഇട്ട് ഓണാക്കിയൊക്കെ തന്നിട്ട് ഇപ്പം ചേച്ചി അങ്ങോട്ട് പോയത് ഉള്ളൂ കേട്ടോ. ചേച്ചി പോയി ദേഹം ഒന്ന് കഴിഞ്ഞിട്ട് വരാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാട്ടോ. ഞാൻ ചേച്ചീനെയും ചേട്ടനെ ഒന്നും കാണിക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അതുങ്ങൾക്കിട്ടും എന്തെങ്കിലുമൊക്കെ വിഷമം ചിലപ്പം മറ്റുള്ളവരിൽ നിന്നുണ്ടാകും. കമൻറ്റ് രൂപേണയും കാര്യങ്ങൾ രൂപേണയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണല്ലോ ചിലരൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കാണിക്കുന്നില്ലെന്ന് വെച്ചു. അപ്പോൾ ചങ്ങനാശ്ശേരി എവിടെയാണെന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അതൊക്കെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ ചേട്ടനെ കൊണ്ട് വന്നേക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ മുട്ട പഴക്കായിരുന്നു കേട്ടോ. ചേട്ടനെ എന്നെ കൊണ്ടുവരാതെ വന്നത്, സുനിലിനെ കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെയാണ് കേട്ടോ ബാത്റൂമൊക്കെ ഉള്ള നല്ല അടിപൊളി വാഷ്റൂമും കാര്യങ്ങളും സെറ്റ്. നീറ്റ് ആൻഡ് ക്ലീൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോണേ, നോക്കിക്കോണം. എന്നും വൃത്തിക്കായിട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സ് ഭയങ്കര സന്തോഷമായി. തറയൊക്കെ ദേഹമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നൈറ്റി ഇടുവച്ചേ എന്ന് പറഞ്ഞ് നൈറ്റി എടുത്തുകൊണ്ടൊക്കെ തന്നു. ഇപ്പം എന്തിനാ വെറുതെ വേറെ ഡ്രസ്സ് ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ വെളുപ്പിന് പോയി യാത്ര തുടങ്ങി. ഇത് കണ്ടോ, വണ്ടിയിലിരുന്ന് ഒരു കുറച്ച് സമയം ഇച്ചിരി ഒന്ന് കണ്ണടച്ചു. എന്നാന്ന് വെച്ചാൽ എനിക്ക് വീട് മാറി കിടന്നിട്ടേ
ഉറക്കം വരുന്നില്ലായിരുന്നു നല്ല അതുകൊണ്ട് വണ്ടിയെ കയറിയുണ്ടേ ഞാനൊരു നേരം ഇങ്ങനെ ഇരുന്നൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലൊരു പ്രകാശമൊക്കെ മുഖത്തോട്ട് വരുന്നത് സൂര്യൻ ഉദിച്ച് വരുന്നതാണ് കേട്ടോ. ഇതെവിടെ ആ സ്ഥലം എന്നൊക്കെ എല്ലാവരും നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ചേട്ടൻ അപ്പുറത്ത് ഒരു സീറ്റ് ഇരിപ്പുണ്ട്. ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പം ഞാൻ എടുത്തു വെച്ച ഓരോ സ്ഥലവും കാണുമ്പോൾ ഉണ്ടല്ലോ ചേച്ചി പറയേ, മോനെ ഇവിടെ എടുത്തോ, മോളെ ഇവിടെ എടുക്ക് വീഡിയോ എടുക്ക്, മോളെ വീഡിയോ ഇവിടെ എടുക്ക്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് രക്ഷപ്പെട്ട് കാണണം, നല്ല രീതിയിലാവണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിക്കുട്ടിയുടെയും ചേട്ടൻ്റെയും കൂടെയാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര കേട്ടോ. അതുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചേച്ചി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഒരു കണക്കിന് പല കാര്യങ്ങൾ കൊണ്ട് ഞാൻ ചേച്ചീനെ ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടല്ലോ, ഏകദേശം എൻ്റെ ഒരു സ്വഭാവമൊക്കെ തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ കാര്യത്തിൽ എക്സ്ട്രാ എന്നെക്കാട്ടി ഒരു പടി മുമ്പിലാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ സംസാരം അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങൾ രണ്ടും കിടക്കാതെ അന്നേരം ഇരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബസ്സിലാണെങ്കിലും ചേച്ചി എന്ത് പറയാറ്, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അടുത്തൊക്കെ ആൾക്കാർ കയറിയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ചില മനുഷ്യരുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ സംസാരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കയറി മിണ്ടും മോളെ, എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. നമ്മൾ മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് നല്ലൊരു പുഞ്ചിരിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി നല്ലതല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാമെന്ന് കേട്ടോ. നല്ല അറിവുണ്ട് ചേച്ചിക്ക്, നല്ല അറിവാണ് കേട്ടോ. നല്ല കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് നമുക്കൊരു പോസിറ്റീവ് കിട്ടും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും ചേച്ചിയോട് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ചേച്ചിയെ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കേട്ടോ. ആദ്യമായിട്ടാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പം ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഇതിപ്പം ഇന്നോ ഇന്നലെ കണ്ട ഒരു ഇതുമാതിരി അല്ല, 2 വർഷത്തെ പരിചയമുള്ളല്ലോ എന്നൊന്നുമല്ല. സത്യം പറഞ്ഞാൽ 2-3 വർഷമായിട്ടേ ഉള്ള പരിചയമുള്ളൂ. യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് ദൈവം തന്നേക്കുന്ന ഒരു ചേച്ചിക്കുട്ടിയും ചേട്ടനുമാണ്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ള മാതിരിയാണ് കേട്ടോ. അത്ര സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. സുനിലെ മോനെ എന്നെ കൊണ്ട് വിശേഷം, സിന്ധു മോളെ എന്നെ കൊണ്ട് വിശേഷം, അങ്ങനെ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ഒരു അച്ഛനമ്മ എന്നതിലുപരി അത്ര ഒരു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളാണ്. ഇനിയുണ്ടല്ലോ ചേച്ചിയുടെ ചില ദിവസത്തെ വോയിസൊക്കെ ഇരുന്ന് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സ് ഭയങ്കര വേദനയായിട്ടിരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടും കേട്ടോ, ഒത്തിരി സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കാണുവേ, എല്ലാ വീഡിയോസും കണ്ടിട്ട് ആ വീഡിയോയ്ക്കകത്തൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മോളെ അത് ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മോളെ ഇന്ന് മുടി കെട്ടിയിരുന്നത് നല്ലതാണേ, അങ്ങനെ ഇച്ചിരി മിടുക്കിയായിട്ട് ഒരുങ്ങി നടക്കണം കേട്ടോ. ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ നല്ല ഇതൊക്കെ ഇട്ടാ പുട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട് ശരിക്ക്, നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇച്ചിരി ഫൗണ്ടേഷൻ ഇടണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ മുടിയൊക്കെ സ്റ്റൈലായിട്ട് ഇടണം അങ്ങനെ. അപ്പം എനിക്ക് ഈ ചേച്ചിക്കുട്ടിയാണ് പിന്നെ 1-2 കാര്യങ്ങൾ മുടിയേക്ക് എങ്ങനെ എന്നാ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇന്നാൾ പറഞ്ഞു തന്നെ കേട്ടോ. എനിക്ക് മെസ്സേജ് ഇട്ട് തരും, മോനെ ഇങ്ങനെ ചെയ്യേ, ഹെന്ന ചെയ്യുമ്പോൾ നീ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തേ എന്നൊക്കെ പറയും. അങ്ങനെ ഒത്തിരി ഈ ബിൽഡിങ് കണ്ടപ്പോഴേ എറണാകുളമാണ് കേട്ടോ. എറണാകുളം നമ്മുടെ ചങ്ക് ടീംസൊക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇപ്പം എനിക്ക് പേര് പറയാൻ പേടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ആരുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പം പിന്നെ അങ്ങനെ എന്തിനാ വെറുതെ നമ്മളായിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ. അന്നേരം ഓരോ സ്ഥലം വെള്ളമൊക്കെ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് മോനെ ഇതെടുക്ക് വീഡിയോ എടുക്കുക, മോളെ ഇത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ചേട്ടായി ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ്ങേ ഉള്ളൂ. ചേട്ടായിനെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ രണ്ടാൾക്കും. പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞു ഇനി സുനിലിനെ കൊണ്ട് വരണം കേട്ടോ എന്നൊക്കെ. നമ്മൾ അപ്പം നമ്മൾ എങ്ങോട്ടോ വന്നേക്കുന്നത് ഉണ്ടോ, നമ്മൾ വന്നേക്കുന്നത് ഗുരുവായൂരേക്കാണ് കേട്ടോ. ഭയങ്കര ഭാഗ്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഗുരുവായൂർ 2 പ്രാവശ്യം, ഞാൻ 2 പ്രാവശ്യമാണ് ഗുരുവായൂർ വന്നേക്കുന്നത്. പക്ഷേ ഇവരുടെ കൂടെ വന്നത് ഒരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ എന്നാ പറയുന്നത് എനിക്ക് കിട്ടിയേക്കുന്ന പുണ്യത്തിലൊരു കാര്യമായിട്ടാണ് ഇത് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. കാരണം അത്രമാത്രം എപ്പോഴും ഇവിടെ വന്നിരിക്കും ചെന്നതുകൊണ്ട് ഞാൻ വരുന്നതൊക്കെ ചേച്ചി അവിടെ നിന്ന് വീഡിയോ എടുത്താണ് ഇത് കേട്ടോ. ഇതൊന്നും ഞാൻ സത്യം കണ്ടില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ചേച്ചി എടുത്താണ് കേട്ടോ. വീഡിയോ എടുത്തോണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. ദൈവമേ, ഇത്ര ആൾക്കാരുടെ ഇടയ്ക്കാണെങ്കിലും എങ്ങനെയും എന്നെ രക്ഷപ്പെടുത്തണം ദൈവം. കണ്ടോ ചേച്ചി വീഡിയോ എടുക്കാമെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആരാണേലും ആനയും
എയറോപ്ലെയിനും ഒക്കെ കണ്ടാൽ നോക്കാതിരിക്കുമോ? ഇന്ന് കൊണ്ടോണമെന്നാ ഞാൻ കാണിച്ചുതരാം. എത്ര ആന ഉണ്ടായിരുന്നറിയോ? 7 എണ്ണം. അപ്പോൾ ഇത് പുറത്തിറങ്ങുന്ന ആദ്യം നമ്മൾ സന്ധ്യ ആറായപ്പോൾ കണ്ടതാണ്. അല്ല, സന്ധ്യയല്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ എടുത്തതാണ്. ഇവിടുത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞേക്കാം. കാരണം ഒത്തിരി കാര്യങ്ങൾ. ഗുരുവായൂർ അമ്പലം എന്നതാണ്, അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാം എനിക്ക് ചേച്ചി നല്ല വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ മോനെ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് ചേച്ചിയും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കും. ഭയങ്കര കൃഷ്ണഭക്തിയാണ്. ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഒരു ഭക്ത. ഏതൊക്കെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതറിയോ? ഇന്നുണ്ടല്ലോ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം 250 കല്യാണമായിരുന്നു ഇന്നിവിടെ നടന്നത്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് തൊഴുതിട്ടൊക്കെ പോയിട്ട് പിന്നെ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് സന്ധ്യയ്ക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ദേ കണ്ടോ, കൽവിളക്കൊക്കെ കത്തിച്ച് നല്ല ഐശ്വര്യമായിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയതാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചി റൂം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആകുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് റൂം എടുക്കുന്നത്. അല്ലാതെ ആ ബെഡിലൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല. അത് വേണ്ട, നമുക്ക് കിടക്കുന്നതിനും ഇരിക്കാനുമായിട്ടല്ല, നമുക്ക് വീടും കിടക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ. നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാന്റെ അടുത്തിരിക്കാനാണ്, ഈ ഭഗവാനെ കാണാനാണ്. നീ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചെടി മോളെ. എല്ലാവർക്കും ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ ഇവിടെ ഭഗവാന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ. അങ്ങനെ അടിയോ വച്ചേ എന്നൊക്കെയാണ് ഭയങ്കര. നമുക്ക് എത്രയാണ് പോസിറ്റീവ് തരാവോ അത്രയും പോസിറ്റീവ് വരുന്നൊരു ചേച്ചിയും ചേട്ടനും കേട്ടോ. എനിക്ക് എങ്ങനെ പറഞ്ഞത് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ 250 കല്യാണമൊക്കെ നടക്കുന്ന ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. നിന്നെ ഞാനൊരു സ്വർഗ്ഗലോകത്തിലോട്ട് കൊണ്ടു, അത് പറഞ്ഞ് കൂട്ടിക്കോട്ട് പോയതാണ് കേട്ടോ. ഉണ്ട് ആറന്മുളക്കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നമുക്കൊരു ചേച്ചിക്കുട്ടി തന്നില്ലായിരുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു രസമാണ് ഇത് സ്വർഗ്ഗലോകം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഈ ഓടിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് കൊതി വരും കേട്ടോ. നല്ല ഭയങ്കര ഇഷ്ടം തോന്നും. കണ്ടോ, ഈ സൈഡ് തുടങ്ങി അങ്ങോട്ട് ഏത് അമ്പലത്തിൻ്റെ ഏത് വശത്തോട്ട് ഇറങ്ങിയാലും ഇങ്ങനെയാണ് കേട്ടോ. നല്ല നല്ല കാഴ്ചകളാണ്, കണ്ണിനും മനസ്സിനും കുളിർമയുന്ന കാഴ്ചകൾ. സത്യം, ഞാനുണ്ടല്ലോ ഇവിടെ ചെന്നിറങ്ങിയ പിന്നെ ചേട്ടായെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ കോഴിയെക്കുറിച്ചോ വിശപ്പിനെക്കുറിച്ചോ ദാഹത്തെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഉണ്ടല്ലോ അത്രയ്ക്ക് നമ്മളിങ്ങനെ ഒരു വേറൊരു ലോകത്ത് നടക്കുന്ന മാതിരിയായിരുന്നു. കുറേ സ്വീറ്റ്സൊക്കെ ഇരിക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പം നമ്മൾ പോയത്. അപ്പം ഇവിടെയൊക്കെ തെക്കേന്നടയാണോ വടക്കേന്നടയാണോ എന്നൊക്കെ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തു കേട്ടോ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല ക്യൂട്ട് ഉടുപ്പുകൾ. പിന്നെ സെറ്റും മുണ്ടും കാണണം. എൻ്റെ ദൈവമേ, എന്ത് സെറ്റും മുണ്ടും കൊടുത്ത് വെക്കുന്നു. എന്ത് ചേച്ചിമാരും പിള്ളേർ സെറ്റും ഒക്കെ എന്നോ ഭംഗിയാണോ. പെൺപിള്ളേരൊക്കെ സെറ്റും മുണ്ടും കൊടുത്ത് നിറച്ചത്. ആ ചേച്ചിയുണ്ട് അവിടെ സ്റ്റഡി ആയിട്ട് നിന്നേ, അതെന്നെ ചിരിച്ച് കാണിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്ന് എന്നിട്ട് പെട്ടെന്ന് കൈയൊക്കെ അത് സ്റ്റഡി ആയിട്ട് നിന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുന്ന് 1-2 കുഞ്ഞ് സാധനം മേടിക്കാൻ ഉണ്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു കടയ്ക്കകത്ത് കയറിയതാണ് കേട്ടോ. എന്നിട്ട് അവരവിടെ അതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടോ, ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ. ഇനി ഉറക്കമില്ലാത്ത ദിവസമാണ്. ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിൽ ആ നടയെ തന്നെ ഇന്ന് ഇരിക്കും. അകത്ത് കയറി നമ്മളിപ്പോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നല്ലേ. ഇനി എന്തെങ്കിലും സന്ധ്യയാകുമ്പോൾ നമ്മൾ പോയി ഫുഡോ എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് അയ്യോ എന്നാ ഐശ്വര്യമല്ലേ. ഇപ്പോൾ ഇത്രയും ആൾ കുറഞ്ഞു കേട്ടോ. അതേ മാളൂട്ടിൻ്റെമാര് മുടിയൊക്കെ കിട്ടിയൊരു പെങ്കുച്ച് പോയത് കണ്ടോ. എന്നെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മാളുവിനെ ഓർമ്മ വന്നു. മാളു എന്നെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഇവിടെ, മാളുവും ജിഷനും ചേച്ചിയും കൂടെ. അപ്പം ഇപ്പം ആൾക്കാർ കുറഞ്ഞു. മുമ്പേ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന മാതിരിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു. ഈ ഫാൻ കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി എന്നിട്ട് ചേച്ചി ബിഗ് ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും കണ്ടായിരുന്നോ? ബിഗ് ഫാനാണോ എന്ന് ചോദിച്ചിട്ട് ആ പെങ്കൊച്ചി ചോദിച്ചപ്പോഴത്തേനും ഇത് പിന്നെ ബിഗ് ഫാനല്ലേ എന്ന് കാണിച്ചു കൊടുത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഫാൻ കണ്ടപ്പോൾ അത് ഓർത്ത്. അപ്പം നിങ്ങൾ എങ്ങോട്ടാ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വന്നതാണ് കേട്ടോ. എൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം റൂം എടുത്തു. ചേട്ടായികളുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇതിൻ്റെ റൂമൊക്കെയാണ് എടുത്തേക്കുന്നത്. പക്ഷേ ചേട്ടായിക്ക് വരാൻ പറ്റിയില്ലല്ലോ. അവർ നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാനെ ഇത്രയും നാളായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാം, ഈ ഉറങ്ങാത്തതുകൊണ്ടേ ഇന്നലെ വീട് മാറി കിടന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് വഴിയുടെ സൈഡാണ് അവരുടെ വീട്.
അപ്പം വണ്ടിയുടെയൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു. അതിലെ ചേട്ടായി ഇല്ല, പിന്നെ വീണ്ടും മറിക്കിടന്നാലും എനിക്ക് ഉറക്കം വരികയില്ല. അതിൻ്റെതായ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. പക്ഷേ ഇന്ന് നല്ല സൂപ്പറായിട്ട് ഭഗവാനെ കാണാൻ പറ്റി. ഗുരുവായൂർ അമ്പലം എന്നാണ്, എവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ളതെല്ലാം ചേച്ചിക്കുട്ടി എനിക്ക് കാണിച്ചു തന്നു. ചേച്ചിക്കുട്ടി ഞാൻ എപ്പോഴും വരുന്ന കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ കാണാപ്പാടമാണ് ആൾക്കാർ രണ്ടുപേർക്കും. അപ്പോൾ നന്നായിട്ട് കാണിച്ചു തന്നു. പിന്നെ നമ്മുടെ 1-2 ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഇപ്പം സമയം ഉച്ചയായി. ഞങ്ങൾ അകത്ത് കയറി തൊഴുത് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ വന്നു കാരണം കേട്ടോ. ഇനി ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ പോകാം എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് ഫുൾ ഡേ ഭഗവാന്റെ അടുത്ത് ഇരിക്കാനായിട്ടാണ് തീരുമാനം കേട്ടോ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നിർമ്മാലി തൊഴാൻ പറ്റിയോ, പിന്നെ അതിനിടയ്ക്ക് എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തിനാണ് എന്നാണെന്നൊക്കെ ഉള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോക്ക്. പിന്നെ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്, അതൊക്കെ നെക്സ്റ്റ് വീഡിയോക്ക് അത് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതൽ ആ ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ. ഓക്കെ, ലവ് യു ഉമ്മ.